ഓണം നമ്മുടെ പ്രവാസികളുടെ ഏറ്റവും ഗൃഹാതുരത്വം നിറഞ്ഞ ഓർമ്മകളിലൊന്ന്. മലയാളികളെ മുഴുവൻ ഒരുമിപ്പിക്കുന്ന സുന്ദരമായ ആഘോഷം. ഐക്യം, സമൃദ്ധി, വിളവെടുപ്പ് എന്നിവയെ പ്രതിനിധീകരിക്കുന്ന പൂക്കളുടെ ഉത്സവം. പ്രകൃതിയും മനുഷ്യനും താളമേളത്തോടെ ആഘോഷിക്കുന്ന ഓണം പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന ഒരു സംസ്കാരത്തിന്റെ ഓർമ്മ കൂടിയാണ്. പൂക്കളുടെ സൗന്ദര്യവും വാഴയിലെ വിളമ്പുന്ന വിഭവസമൃദ്ധമായ ഒരു വിരുന്നിന്റെ രുചിയും കോടി വസ്ത്രങ്ങളുടെ നനുത്ത ഗന്ധവും ഒലിച്ചിലും നിങ്ങൾക്കും അനുഭവപ്പെടുന്നില്ലേ? ഇപ്പോ വരൂ, നമുക്ക് എല്ലാവർക്കും ആ മനോഹരമായ ഒരു ഒത്തുചേരലിന്റെ ഓർമ്മയുടെ ആഘോഷങ്ങളിലേക്ക് സ്വാഗതം. അത് കളിക്കില്ലേ, ഞാനൊക്കെ വെച്ച ഓണം ഡയലോഗിനെ കാട്ടി അടിപൊളി. അതെ, അത് ആരാ ഇത്? എനിക്ക് നീ ഓണത്തിനെ പറ്റി കോടിക്കൂടെ പറഞ്ഞോണ്ട് തരുന്നു. എനിക്ക് മോനെടുത്തോ? Here I welcome my co-MC for today, Gina Kandathil. അയ്യോ, ഞാൻ എന്റെ പേര് പറഞ്ഞാൽ മതി. ഞാൻ അന്ന. എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. എന്റെ പേര് അന്ന. This is Gina. എല്ലാവർക്കും നമസ്കാരം. ഹാപ്പി ഓണം. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളാണ്? എല്ലാവരും വയറ് നിറഞ്ഞൊക്കെ ഫുള്ളായിട്ട് ഇരിക്കുകയാണോ? ഓക്കെ, അപ്പൊ ഒരിക്കൽ കൂടെ എല്ലാവരെയും കേരള ഫ്രണ്ട്സ് ക്ലബ് കാനഡയുടെ ഓണം പൊന്നോണം 25ന്റെ ഈ പരിപാടിയിലേക്ക് വളരെ സ്നേഹത്തോടെയും വളരെ ആദരവോടെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും എനിക്ക് കൂടി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പറഞ്ഞോട്ടെ? നമ്മളൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നവരല്ലേ? അല്ലേ? അറിയാത്തവരാരും ഇല്ലല്ലോ. അപ്പൊ ഇതൊരു ഫോർമൽ ഫംഗ്ഷൻ ഒന്നും അല്ല. നമ്മളൊരു തറവാട്ടിൽ വീട്ടിലാണ് ഓണം ആഘോഷിക്കാൻ വന്നേക്കുവാണ് ഇപ്പം. അപ്പൊ നമ്മള് തമാശകളും ചിരികളികളും അതുപോലെ തന്നെ നമ്മുടെ ഡാൻസും പാട്ടും എല്ലാം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കളിയാക്കലും തമാശകളും ഒക്കെ ആയിട്ട് നമുക്ക് ഈ ഓണം അങ്ങ് ആഘോഷിക്കാം. റെഡിയാണോ? ഓക്കെ, അപ്പൊ അത് തുടങ്ങാല്ലേ? ഓണം എന്ന് പറയുമ്പോ എന്താ മനസ്സിൽ വരുന്നത്? എനിക്ക് എൻ്റെ വീട്, എൻ്റെ കുട്ടിക്കാലം, അതൊക്കെ തന്നെ അല്ലേ? ഓണം എന്ന് പറഞ്ഞാൽ ഒത്തുചേരലിന്റെ ഒരു ഫംഗ്ഷനാണ്. ആദ്യം എനിക്ക് ഓർമ്മ വരുന്നത് എല്ലാവരും ഒരുമിച്ച് കഴിക്കുന്നതും ആ ഒരു പിക്ചറൊക്കെ മനസ്സിലോട്ട്. ഇവർക്കൊക്കെ അങ്ങനെ തന്നെയായിരിക്കും. ഇവരോടൊന്ന് ചോദിച്ചു നോക്കിയാലോ? അപ്പൊ ചോദിച്ചോക്കാം. ചോദിക്കുന്നത് നമുക്കന്ന് ലിസിയാൻറ്റിയോട് ചോദിക്കാം. ലിസിയാൻറ്റിക്ക് ഓണം എന്ന് പറയുമ്പോൾ ലിസിയാൻറ്റി എൻ്റെ അറിവിലൊരു മറുനാടൻ മലയാളി ആയിരുന്നു. അപ്പം ബോംബെയിലായിരുന്നു അല്ലേ? ഓക്കെ, അപ്പൊ ബോംബെയിലൊക്കെ നിങ്ങൾ എങ്ങനെയായിരുന്നു ഓണം ആഘോഷിക്കുന്നത്? ഇതുപോലത്തെ പരിപാടികളും ഓണം സദ്യയും അവിടെ നാട്ടിലെ ഇതുപോലെ തന്നെ പ്രോഗ്രാംസ് ഒക്കെ ആയിരുന്നു. ഇനി ആരോടാ ചോദിക്കേണ്ടത്? നമുക്ക് ജെയ്സിയോടൊന്ന് ചോദിച്ചാലോ? എന്റെ ഫോൺ എടുക്കാത്ത ആളെ പണിയെടുത്തോ? ഓണം ഞങ്ങൾ ഒരുപാട് പൂക്കളൊക്കെ പറിച്ച് ഓണപ്പൂക്കളൊക്കെ ഇട്ട് ഒരുപാട് പിള്ളേരും we all play together. ഊഞ്ഞാലുണ്ടായിരുന്നു. It was a beautiful moment to remember. അടുത്ത ആളുടെ ഇപ്പോണ്ടല്ലോ, സിമി. ഫോൺ എടുക്കാത്ത അടുത്ത ആള്. സിമിയോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. സിമിക്ക് ഓണ സദ്യയില് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം? പരിപ്പ് കറി. സിമലി സെയിം പേജ്. പരിപ്പ് കറി നെയ്യും ചോദിക്കാം. നമുക്ക് എല്ലാരും സദ്യ കഴിച്ചാലേ നമുക്ക് ചോദിക്കാം. You understand Malayalam? Sorry. You do. Okay, so you had Onam Sadhya today. The meal you had on Banana Lake, could you figure out any of the dishes in there? Barely. But still, which one did you find most delicious? Can you describe that? The color, texture, something? Like the paisam at the end. The brown paisam or the white paisam? The brown paisam. The brown paisam. The brown paisam, I'm sure. പിന്നെ ആർക്കാ കുമാരി ആന്റിക്ക് ഇന്നത്തെ സദ്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തോ? Paisam.
ബ്രൗൺ വേണം. ബ്രൗൺ ബോയ്സ്. ഓ ബ്രൗൺ ബോയ്സ് ഭയങ്കര ആൾക്കാരാണല്ലോ. അന്ന എന്തോ ഇവിടെ ഒരു സുന്ദരൻ ഇരിപ്പുണ്ട്. ആ ചോദിച്ചോ ചോദിച്ചോ. എനിക്ക് ഈ സുന്ദരനോട് ചോദിക്കാനുള്ളത്, കുർത്തിയാണോ ഇഷ്ടം, ഷർട്ടാണോ? കുർത്തി നല്ല ആൾക്ക്. അതെന്നാ ഇച്ചിരി പോണേ കുറച്ചുകൂടെ ചോദിച്ചോ. നമുക്ക് കുഞ്ഞുമോളാൻറ്റിയോട് ചോദിക്കാം. കുഞ്ഞുമോളാൻറ്റിക്ക് സെറ്റ് മുണ്ടാണോ ഇഷ്ടം, സാരിയാണോ ഇഷ്ടം? ഏതാ കൂടുതൽ കൊടുക്കാമോ? രണ്ടും കൊടുക്കും. ഓക്കെ. സിസ്റ്റേരിയുടെ അഭിപ്രായം എന്താ? സെറ്റ് മുണ്ടാണോ, സാരിയാണോ, അല്ലെങ്കിൽ ചെറുപ്പകാലത്തൊക്കെ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു സിസ്റ്റേരിയുടെ ഓണമൊക്കെ? എന്റെ ഓണം എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് ഞാൻ ചെറിയ ഗ്രാമത്തിലെ കോട്ടയം സിറ്റിയിലാണ്. അത് സിറ്റി ആൻറ്റി. തീർച്ചയായിട്ടും ഒരേ ഒരു കാര്യം, പുലികളി. ആ അത് ഓരോരുത്തരും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചെറിയ ചെറിയൊരു പുല്ലുണ്ട്, അത് വരമ്പത്ത് നിന്ന് പറിച്ചെടുത്ത് ഉണങ്ങിയിട്ട് അത് മുഴുവൻ കെട്ടി ദേഹം മുഴുവനാക്കി അതാണ് എല്ലാം ഓണത്തിന്റെ അന്നത്തെ ഉച്ച കഴിഞ്ഞിട്ടുള്ള ഊണ് കഴിഞ്ഞിട്ടുള്ള ഒരു മൈതാനമുണ്ട്. ആ മൈതാനത്തിൽ കളിച്ചുകൊണ്ടിരുന്ന ഇതാണ് ഒരു പുലിക്കളി. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ അത് കണ്ടിട്ടുണ്ട്. അന്നത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് സ്കേർട്ടും ബ്ലൗസും, സറ്റുമല്ല സാരിയുമല്ല ഒന്നുമല്ല. നമ്മുടെ ഈ ന്യൂ ജെന്നിനോടൊന്ന് ചോദിക്കട്ടെ. ചോദിക്കുവാൻ നിങ്ങൾക്ക് എന്തോ ഇഷ്ടം? Is it ധാവണി or a sari or a set one? You can't look away. ഏറ്റവും ഇഷ്ടമുള്ള വെച്ചാൽ പറഞ്ഞു. I'm sorry. Half sari, yeah. ധാവണി, yeah. ഇനി അടുത്ത ചോദിക്കട്ടെ. ജസ്റ്റ് ഒന്ന് നമ്മുടെ ലേഡീസിനോടാണ് കേട്ടോ. നമ്മുടെ പഴയ കുപ്പിവളയില്ലേ, കുപ്പിവളയാണോ അതോ ഇപ്പോഴത്തെ പുതിയ ഈ ഗോൾഡ് ബാംഗിൾസും ബ്രേസ്ലെറ്റ്സും അതൊക്കെയാണോ ഇഷ്ടം? സുജയ്ക്ക് എന്തോ ഇഷ്ടം? ചില കുട്ടികളായിരുന്നു. ബ്രേസ്ലെറ്റ്സ് സന്തോഷം ഒത്തിരി മേടിച്ചു കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് ഇവരോട് ഇവരുടെ കുറച്ച് ഓർമ്മകൾ ചോദിക്കാം. നമ്മൾ പുറകോട്ട് ഇച്ചിരി നീങ്ങണോ? അവിടെ കുറെ പേര് നല്ല സുഖിച്ചിരിപ്പുണ്ട്. നമ്മൾക്ക്